ഞാൻ നോക്കിയ വണ്ടി ഇതാട്ടോ ക്ലീൻ ആക്കുന്നുള്ളൂ. കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ അത് വന്ന് ഇത് വന്ന് നടക്കത്തില്ല കേട്ടോ. 5000 രൂപ തൊട്ട് ഇതെല്ലാം ഇനി പണിത് വിൽക്കാനുള്ള സാധനം കേട്ടോ. ഫൈനാൻസ് അവൈലബിൾ അല്ല. 15-20 ഓരോ വണ്ടിയുടെ വില കൂടുന്നതനുസരിച്ച് പോക്കറ്റ് ഇത് എന്നാ വില? 1500 ഉള്ളത് നമ്മുടെ മനസ്സ് പിടിച്ചു കേട്ടോ. എന്നാ പറയാൻ വെച്ച ബൈ ഗൈസ്. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൂടെപ്പോഴുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലേക്ക് കണ്ട പോലെ തന്നെ ഡ്യൂക്ക് എടുക്കാൻ പോകാം കേട്ടോ. ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ 2016 2017 വന്നിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് പോയി എടുക്കുന്നത് വെച്ചാൽ നമ്മുടെ മുണ്ടക്കയം RV യൂസ്ഡ് ബൈക്സിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത്. മുണ്ടക്കയത്താണ് അത് ആ കട ഷോപ്പ് വരുന്നത്. അപ്പം അവനെ വിളിച്ചപ്പോൾ 2 ഡ്യൂക്ക് ഇന്നലെ വന്നെന്ന് പറഞ്ഞു. മിനിയാന്ന് വിളിച്ചപ്പോൾ ഇന്നലെ വന്നു. 2016 2017 മോഡൽ ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം ഓറഞ്ചും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടി കണ്ടില്ല, അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം 4:30 മണിയായിട്ടുണ്ട്. രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 4:30 മണിയായി കഴിച്ചു. ഇനിയിപ്പോൾ എന്നാ പരിപാടി വെച്ചാൽ നേരെ ഒട്ടും സമയമില്ല. അമ്മ ഇവിടെ ഒരു 1/4 മണിക്കൂർ മതി ഓടി തന്നായിട്ട്. നേരെ അവിടെ ചെല്ലുക, വണ്ടി രണ്ടും കാണുക, കണ്ടിട്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. എക്സ്ചേഞ്ച് ആട്ടോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ FC ആയിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 2013 മോഡൽ FC ആണ്, യമഹ FC വേഷം 1. അപ്പം അതുമായിട്ട് എക്സ്ചേഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല, വന്ന് നോക്ക്, താല്പര്യപ്പെട്ട എടുക്കാമെന്നുള്ള രീതി സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇപ്പോൾ 4:30 മണിക്ക് പടാന്ന് ഓടി എത്തണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ജസ്റ്റ് വണ്ടി നിർത്തിയിട്ടോ. എന്നാ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് വെള്ളം കുടിക്കാൻ കയറി കേട്ടോ. നമ്മുടെ ഇവിടെ ഈ കൊട്ടാരത്തിൽ, അതായത് 27 കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ കൊട്ടാരം. അപ്പോൾ ഗൈസ് ഫൈനലി ഞങ്ങളങ്ങനെ ഓടിച്ച് മുണ്ടക്കയം റിയൽ വാല്യൂയിലെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ഷോപ്പ്. അതായത് നമ്മുടെ മെയിൻ പാലമില്ല, വലിയ പാലത്തിനോട് ചേർന്നിരിക്കുകയാണ്. വലിയ പാലം കയറുന്നതിന് തൊട്ട് മുമ്പ് ഇതാട്ടോ. അപ്പോൾ നമ്മൾ എടുക്കാനുള്ള വണ്ടിയാണെന്ന് നോക്കാം. അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണോ ഇല്ലയോ എന്നറിയത്തില്ല, നോക്കാം ഗൈസ്. അങ്ങോട്ട് കയറി പോകാം കേട്ടോ. ഗൈസ് ഞങ്ങളങ്ങനെ വണ്ടി നോക്കാനായിട്ട് വന്നു കേട്ടോ. ഒരെണ്ണമുള്ള ഇതല്ലടാ 2017 മോഡൽ. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 2017 മോഡല് വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, നല്ല കണ്ടീഷൻ ഇരിക്കുന്ന വണ്ടിയാണ്. വണ്ടി നമുക്ക് ലാസ്റ്റ് ഒരു 75 റേഞ്ച് ഇറക്കി കൊടുക്കും. 75. ഞാൻ രാവിലെ അവനോട് വിളിച്ച് എക്സ്ചേഞ്ച് ആയിട്ടുള്ള ഇത് സംസാരിച്ച് എൻ്റെ FC ആയിട്ട് നമ്മുടെ FC കേട്ടോ. അത് ഇതുമായിട്ട് എക്സ്ചേഞ്ച് ആയി വെച്ചു. പിന്നെ വേറെ ഇരിപ്പുണ്ട്, അത് പണിയാൻ കിട്ടിയിരിക്കും കേട്ടോ. ഓൾറൗണ്ടർ ലുക്ക് ചെയ്താട്ടോ വണ്ടിയുടെ. ഗൈസ് ഞാൻ നോക്കിയ വണ്ടി ഇതാട്ടോ. ഒരെണ്ണം ഉള്ളത് അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു മിനിറ്റ് പമ്പ് ജസ്റ്റ് കാണിക്കണം. ഇത് തന്നെ വിലടാ? ഇത് നമ്മുടെ ഓക്കെ. ഞാൻ ഡ്യൂക്ക് നോക്കി കേട്ടോ വന്നേ. 2 ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒരെണ്ണം ഇതാട്ടോ. അതിൻ്റെ പമ്പ് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നുള്ളൂ അതാട്ടോ ഒരെണ്ണം. പിന്നെയുള്ളത് ഇതിവിടെ പണിയാൻ വന്നാൽ കൊടുക്കാനുള്ളതല്ല കേട്ടോ. വെച്ചോ बाइक नाम बोलो. कृष्णा. किधर? आसाम? नहीं, यूपी उत्तर प्रदेश. इधर कितना साल हो गया? इधर में नहीं हो जाती 6 मंथ. ഓക്കെ. ചലോ അവൻ ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ വണ്ടി എക്സ്ചേഞ്ച് ആയതുകൊണ്ട് അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഇതാ ഗൈസ്, ഇത് വർക്ക്ഷോപ്പും അവിടെ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് തുമ്മേക്കാൻ മീതർ ഏക്ക് മെക്കാനിക്ക്. ഗൈസ് ഇതിന് ഒരു മെക്കാനിക്കേ ഉള്ളൂ കേട്ടോ. ഉള്ളതെന്ന് പറഞ്ഞാൽ 2 വണ്ടി പറഞ്ഞു. ഇത് പിന്നെ പറഞ്ഞില്ലേ പമ്പ് പണിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പമ്പ് ചെറിയ എന്തോ ഫ്ലോട്ട് ഉണ്ട് അതാട്ടോ. അവിടെ നിൻ്റെ പേര് പറഞ്ഞില്ല, പേരെന്ന് പറഞ്ഞാൽ ഹാഫിസ് കാഞ്ഞിരപ്പള്ളിയോ. ഗൈസ് ഇവൻ്റെ ചേട്ടനാട്ടോ. ചേട്ടനല്ല ഓണർ. ചേട്ടൻ്റെ പേരെങ്ങനെ? ഹാരിസും ഹാഫിസും കേട്ടോ. ഹാരിസാണ് ഇതിൻ്റെ ഓണർ ഗൈസ്. അപ്പം വണ്ടി ഓടിച്ച് നോക്കാൻ പോകാം കേട്ടോ. നമ്മുടെ വണ്ടിക്ക് ഡ്യൂക്കിൻ്റെ മഡ്ഗാർഡും അണ്ടർവെല്ലിയും ഒക്കെ വെച്ചിട്ടുള്ളൂ. ഗൈസ് ബായി ഇനി ഓടിച്ച് നോക്കിയിട്ട് വരും കേട്ടോ. അതെ വന്നു ഗൈസ്. ഇതാട്ടോ ഓണർ ഹാരിസ്. വിളിച്ചായിരുന്നു സാർ. അപ്പോൾ ഗൈസ് ഞാനപ്പോഴത്തേക്കും ഇതുമായിട്ട് എക്സ്ചേഞ്ച് ആണ് നോക്കിയത്. അതെൻ്റെ നടക്കത്തില്ല കേട്ടോ. അതെന്താ സംഭവം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം.
അതിനു മുമ്പ് നമുക്ക് കടയുടെ ആളെ പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് കടയുടെ ഓണർ. ഇത് അനിയനെ നമ്മൾ പരിചയപ്പെട്ടാണ്. ഇതിൻ്റെ പേര് പറ. ഹാരിസ് കേട്ടോ. ഇത് തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? നമ്മൾ 5 കൊല്ലമായി. 5 കൊല്ലമായി. 5 കൊല്ലമായി. ഇത് ഈ കൊല്ലം വരുമ്പോഴത്തേക്ക് 2020 തുടങ്ങിയത് 5 കൊല്ലമായി. നമുക്ക് മുണ്ടക്കയത്ത് മാത്രമല്ല, കാഞ്ഞിരപ്പള്ളിയിൽ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഷോപ്പുണ്ട്. ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ഷോപ്പുണ്ട്. അതിൻ്റെ പേര് RV യൂസ്ഡ്. ഇത് തന്നെ എല്ലാം രണ്ടും നിൻ്റെയാ? രണ്ടും നമ്മുടെ തന്നെ. കാഞ്ഞിരപ്പള്ളി നമുക്കൊരു പാർട്ണറുണ്ട്, സാധിക്കുന്നതാണ്. ഓക്കെ. നിൻ്റെ പേര് ഒന്നുകൂടെ പറഞ്ഞേരെ. ഹാഫിസ് ആളുടെ അനിയനാട്ടോ. ഇവൻ്റെ ഷോപ്പാണ്, ഇവനാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. 5 കൊല്ലമായി തുടങ്ങിയിട്ട്. പിന്നെ ജസ്റ്റ് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഓഫർ പ്രൈസ് നമുക്ക് വണ്ടി കൊടുക്കാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിനോടനുബന്ധിച്ചല്ല, അല്ലെങ്കിൽ നമുക്ക് ഓഫർ പ്രൈസ് നമുക്ക് 5000 രൂപ തൊട്ട് 10000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറങ്ങി കൊടുക്കാം. ഈ ഇരിക്കുന്ന MD ഉണ്ട്, ഇത് ഡ്യൂക്ക് ഉണ്ട്, ഡൊമിനാർ. ഇതൊക്കെ വെറും 10000 രൂപ 15000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാൻ വണ്ടിയാണ്. ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. വണ്ടി 6-7ഓളം ഇതാട്ടോ ഓൾറൗണ്ട് വണ്ടിക്കാണ്. FC യൂണിക്കോൺ 220 പൾസർ ഐറ്റംസ്, RS NS എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. എല്ലാം വെളിയിലോട്ട് നോക്കുകയാണെങ്കിലും നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നിങ്ങളുടെ വർക്ക്ഷോപ്പ് തന്നെയല്ലേ? വേറെ തന്നെ വർക്ക്ഷോപ്പ് കേട്ടോ തൊട്ടപ്പുറത്തുള്ളത്. ഇതെല്ലാം ഇനി പണിത് വിൽക്കാനുള്ള സാധനം കേട്ടോ. ഇതാണ് ഇവരുടെ വർക്ക്ഷോപ്പിൻ്റെ ഓൾറൗണ്ട് ലുക്ക് ജസ്റ്റ് കാണിക്കാം ഗൈസ്. ഇതാട്ടോ. അവനെ നമ്മൾ വന്നപ്പോൾ പരിചയപ്പെട്ടായിരുന്നു. അവനാണ് ഇവിടുത്തെ മെക്കാനിക്ക് കേട്ടോ. ഒരു മെക്കാനിക്കല്ലേ ഉള്ളൂ? 3 പേരുണ്ട്. ഓക്കെ. ഇത് മെക്കാനിക്കാ? ഓക്കെ. അവിടെ പേര് പറ. സിറാജ് മെക്കാനിക്കേനെ. ഓക്കെ. ഇവിടെ മുണ്ടക്കയോ? മുണ്ടക്ക. ഓക്കെ. ഇതാട്ടോ ഓൾറൗണ്ട് റുക്ക്. 10 മാക്സിമം 5, 10 ആ റേഞ്ച് വണ്ടി ഇറക്കിക്കൊണ്ട് കേട്ടോ ഡൗൺ പേയ്മെൻറ്റ് ഇട്ട്. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ്? നമുക്ക് അതുപോലെ തന്നെ നമുക്ക് സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. ഉണ്ട്. യൂസ്ഡ് വണ്ടികളുടെ സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഫൈനാൻസ് ഉണ്ട്. പിന്നെ വെഹിക്കിൾ ഇൻഷുറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെഹിക്കിൾ ഇൻഷുറൻസ് ഏറ്റവും കുറഞ്ഞ റേറ്റ് നമുക്ക് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഡീലർമാരുടെ വണ്ടികളാണെങ്കിലും മിക്കവാറും ഇൻഷുറൻസ്, തേർഡ് പാർട്ടി കാര്യങ്ങളെല്ലാം, പിന്നെ അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ ഐറ്റവും തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ പോയെന്ന് വെച്ചാൽ ഇതുമായിട്ട് എക്സ്ചേഞ്ച് പിടിക്കാൻ വന്നത്. അപ്പോൾ വണ്ടി ഡ്യൂക്ക് 2017 മോഡലിൽ 17 മോഡലിന്, അതായത് 18 മോഡലിന് താഴോട്ട് CC ഇല്ല അല്ലേ? CC കിട്ടത്തില്ല, ഫൈനാൻസ് കിട്ടത്തില്ല കേട്ടോ. അതെന്നാ സംഭവം സിസ്റ്റം പറയും. അതുകൊണ്ട് വേറൊന്നുമല്ല, നമുക്ക് 18 തൊട്ടുള്ള വണ്ടികൾക്കാണ് ഫൈനാൻസ് അവൈലബിൾ ആകുന്നുള്ളത്. 17 തൊട്ടുള്ള വണ്ടി, അതായത് 18 താഴെയുള്ള വണ്ടികൾക്ക് ഫൈനാൻസ് അവൈലബിൾ അല്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇയർ ബാക്ക് ആകും തോറും. ഇനി അടുത്ത കൊല്ലം വരുമ്പോൾ 2026 വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വണ്ടിക്ക് കിട്ടുകയില്ല, 19 വണ്ടിക്ക് കിട്ടും. അങ്ങനെയാണ് ഇയർ ബാക്ക് ആയിട്ട് മുടിക്കുന്നത്. വണ്ടിയുടെ പഴക്കം ചെല്ലും തോറും വണ്ടിക്ക് ഫൈനാൻസിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അത് പ്രതീക്ഷിച്ചാണ്, പക്ഷെ അത് കിട്ടത്തില്ല. അത് കുഴപ്പമില്ല, നമുക്ക് വണ്ടി കൊടുക്കാം. വേറെ വണ്ടി ഉണ്ട് കേട്ടോ ആളുടെ. അപ്പം വണ്ടി ഇഷ്ടംപോലെ വരാനുണ്ട്. അതിലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ V3 ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അല്ലേ? V3 എല്ലാം ഉണ്ട്. 10 മാക്സിമം 5 ആ റേഞ്ച് ഇറക്കിക്കൊണ്ട് പോകട്ടെ. 15, 20 ഓരോ വണ്ടിയുടെ വില കൂടുന്നതനുസരിച്ച് വണ്ടി ഇറക്കി ഇച്ചിരി കുറവ് കൂടുതൽ. പിന്നെ സിബിൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ ലോൺ ചെയ്യുന്നത്. ഇത്ര കേട്ടോ ഡീറ്റെയിൽസ്. കട വരുന്നത് പറയുവാണെങ്കിൽ കറക്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ മുണ്ടക്കയം ഇത് വലിയ പാലത്തിന് ചേർന്നിരിക്കുന്ന കേട്ടോ കടയുടെ പേര്. മുണ്ടക്കയം പാലത്തിനോട് ചേർന്ന്, അതായത് മുണ്ടക്കയം പാലം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ RV, അതായത് റിയൽ വാല്യൂ 2 വീലേഴ്സ് ഗ്യാരേജ്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് യൂസ്ഡ് ബൈക്സും. ഇത് രണ്ടു കേട്ടോ ഇവരുടെ കട. ഗായ്സ്, ഞങ്ങൾ അവിടുന്ന് RV യൂസ്ഡ് ബൈക്സിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. കാരണം വണ്ടി കിട്ടത്തില്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച് പോയത് ഫിനാൻസ് ഇട്ടെടുക്കാന്നുള്ള രീതി, അതായത് ഡൗൺ CC ഇട്ടെടുക്കാന്നുള്ള രീതിക്കാണ് പോയത്. പക്ഷേ കിട്ടത്തില്ല. 2017 മോഡലാണ് ഞാൻ നോക്കി ഡ്യൂക്ക്. വേറെ എനിക്ക് 2017, പക്ഷേ അതിന് കിട്ടത്തില്ല. 18 മുതലുള്ള കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് പ്രതീക്ഷയെല്ലാം പോയി ഗൈസ്. പിന്നെ വേറെ സംഭവം നിന്നേടി ഗൈസ്, ഞാൻ അവിടെ വണ്ടി ഓടിച്ചു നോക്കാൻ പോയപ്പോഴത്തേക്കും ഇവള് ഞാൻ ഓടിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഇവള് പറഞ്ഞാടാ എങ്ങനെ ഇരിക്കുന്നത്, എന്നാത്തിൻ്റെ വള എങ്ങനെ ഇരിക്കുന്നത് പറ ചെറിയ ഇതിന്റെ മുഖത്തിരിക്കുന്നത്. അതായത് ഇവള് വന്നപ്പോൾ പറഞ്ഞ ചെറിയൊരു ഉറുമ്പിൻ്റെ വേളി, സൈക്കിളിൻ്റെ വേളി വലിയൊരാളിരിക്കുന്ന പോലെ തോന്നി. ശരി കേട്ടോ, എനിക്ക് തോന്നി. കാരണം FC-നേക്കാട്ടിലും ചെറുതാട്ടോ ഡ്യൂക്ക്, സൈസിൻ്റെ കാര്യത്തിൽ. ഇവിടെ ഓപ്പൺ ജിമ്മാണ് കേട്ടോ. മുണ്ടക്കയത്തെ കോട്ടയം ജില്ലാ ഗ്രാമപഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷൻ വ്യായാമ കേന്ദ്രം. ഇതാട്ടോ ജിമ്മിനകത്ത് സംവിധാനങ്ങൾ ഞാൻ കാണിക്കും ഗൈസ്. ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഷോൾഡറിൽ നിന്ന്
ഇത് സൈക്കിള്, ഇത് ചെസ്റ്റാണോ കാലാണോ? ചെസ്റ്റ്. ഇത് നമ്മുടെ സൈഡിന് ചെയ്യുന്ന സാധനം, അത് ലെഗിന് ചെയ്യുന്നത്. ഇത് മറ്റേ നമ്മുടെ നടക്കുന്ന കയറ്റം. ആടോ ഗൈസ്, ഇന്നത്തെ ഈ സമയം ഇപ്പം 5:15 കേട്ടോ. എന്നിട്ടും ചൂട് രക്ഷയില്ല കേട്ടോ. ഉടുക്കത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ വെയിലാണ്. മഴ മാറിയിപ്പം പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെയിലാട്ടോ വരുന്നത്. എൻ്റെ പ്രതീക്ഷ മൊത്തം പോയി ഗൈസ്. ഞങ്ങളിനി വീട്ടിലോട്ട് പോകാം കേട്ടോ. ഓ ഗൈസ്, ഞങ്ങൾ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് കാഞ്ഞിരപ്പള്ളിക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിർത്തി ജസ്റ്റ് കാണിക്കാം. സെൻറ്റ് ജോസഫ് സെൻട്രൽ സ്കൂളിൻ്റെ ഒരു വിമാനമാട്ടോ. വിമാനമല്ല, റോക്കറ്റ്. പിള്ളേരുണ്ടാക്കിയാന്ന് കേട്ടോ. ഇതെല്ലാം അടിപൊളി കേട്ടോ. അത് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതാട്ടോ സ്കൂള്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകാം കേട്ടോ. ഗായ്സ്, ഇത് നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മുണ്ടകയത്ത് വെച്ച് കണ്ട കേട്ടോ. എൻ്റെ മുന്നേ ഒരു രക്ഷയില്ലാത്ത ലുക്ക് കേട്ടോ. നമ്മുടെ പോർച്ച കേട്ടോ. ഇതിൻ്റെ സൗണ്ടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മുടെ ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഫുള്ള് കാറ്റായതുകൊണ്ട് ഫോണിൽ കിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ കേൾക്കാൻ എൻ്റെ രസമായിരുന്നു അറിയോ. ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ കാല് കൊടുത്ത് പോകുമ്പോൾ. ഓ ഗായ്സ്, ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി. എന്താ സംഭവം എന്ന് വെച്ചാൽ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ നിർത്തി കേട്ടോ. അവിടെ കരിക്ക് കുടിക്കുമ്പോൾ ഞാൻ കരിമ്പ് ജ്യൂസ് കുടിക്കും കേട്ടോ. വയസ്സ് അത് ചെത്തി മേടിക്കും കേട്ടോ. तुम्हारा नाम बोलो. मनीष कुमार किधर आसाम? उत्तर प्रदेश. इങ്ങനെ കേട്ടോ സംഭവം കേട്ടുന്നത്. വയസ്സ് വരുന്ന വഴിക്ക് വണ്ടി തീർച്ചേട്ടോ. ഇത് എത്രയാണോ സൈസ്? 190. ഇതിനിടാനാണോ? ഓക്കെ. ഇത് എന്നാ വില? 1500. 190 അല്ലേ? ഓ, എൻ്റെ കിടക്കുന്നത് 190. തീർന്നു. ഇവിടുന്ന് തന്നെ എടുത്തോ? ഇവിടുന്ന് എടുത്താണോ നീ? ഇതേ ഉള്ളൂ. എൻ്റെ പേരെന്നാ? എവിടെയാ? മുണ്ടക്കെ. പക്ഷേ വർക്ക്ഷോപ്പിലാ? ആ, അതെ അതെ. 190 അല്ലേ? ഇതെന്നാ റേറ്റിന് കിട്ടി? 1500. ആ, എനിക്ക് ഓക്കെ. ഗായ്സ്, അവൻ ഇടാൻ വേണ്ടി വന്നാ കേട്ടോ. പോകടാ ഗായ്സ്. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. ഇനി എന്നാ സംഭവം എന്ന് വെച്ചാൽ ഇന്നെടുത്ത് വീഡിയോസ് ഫുള്ള് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. പിന്നെ വേറെ സംഭവം എന്നാ പറയുക വെച്ചുള്ളത്, നമ്മുടെ മനസ്സ് പിടിച്ചു പോകും കേട്ടോ. നമ്മുടെ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് കാരണം ആഗ്രഹിച്ച ഒരു സംഭവം നടന്നില്ല ഗൈസ്. അതായത് ഡ്യൂക്ക് എടുക്കുക എന്നുള്ളൊരു സംഭവം നടന്നില്ല. കുഴപ്പമില്ല, മോഡലുള്ള ഇനിയും മോഡൽ കൂടി ഏറ്റവും വരും. അപ്പം വന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു കേട്ടോ. അവൻ്റെ ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ട്. അപ്പം നമ്മുടെ RV യൂസ്ഡ് ബൈക്സ്, അതിൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ അടിയിൽ കൊടുക്കാം. ആവശ്യക്കാർ വിളിച്ചാൽ മതി. ഇഷ്ടംപോലെ വണ്ടികൾ, ഡ്യൂക്ക് V3, RS, NS, ബുള്ളറ്റ്, പല പല വണ്ടികൾ അവൻ്റെ വരുന്നുണ്ട്. സ്കൂട്ടേഴ്സ് ആണെങ്കിലും ഇഷ്ടംപോലെ അപ്രീലൊക്കെ അവിടെ ചെന്നപ്പോൾ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അവൻ പറഞ്ഞ്, അതായത് വണ്ടിയുടെ റേറ്റ് അനുസരിച്ച് എന്നാ പറയുന്നത്, റേറ്റ് അനുസരിച്ച് ചിലപ്പോൾ 5 രൂപ ഡൗൺ പേയ്മെൻറ്റ്, 5, 10, 15, 20 അങ്ങനെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിറക്കി കൊണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു വേറെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം, 2018 താഴോട്ടുള്ള വണ്ടിക്ക് ഫിനാൻസ് കിട്ടത്തില്ല കേട്ടോ. അതാണ് എനിക്ക് പറ്റിയത്. അതുകൊണ്ട് ജസ്റ്റ് ആ മോഡൽ നോക്കിയിട്ട് പോകുന്നില്ല. റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ മോഡൽ 2018 വണ്ടി പിന്നെ റെഡി ക്യാഷ് ആണെങ്കിൽ നമുക്ക് പോയി എടുക്കാം. അതവൻ പറഞ്ഞിട്ടുണ്ട്. 18 മുകളിലോട്ടുള്ളതാണെങ്കിലേ ഉള്ളൂ നമുക്ക് ഫിനാൻസ് ഇട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ. പിന്നെ അവൻ്റെ കടയുടെ നമ്പർ ഞാൻ വീഡിയോ അടിയിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ജസ്റ്റ് വിളിച്ച് കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെല്ലുക. വണ്ടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ വണ്ടികളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നല്ല ഡീലിംഗ് ആണ് അവന് വേറൊരു കടയെന്ന് പറഞ്ഞാൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയും ആണ് കേട്ടോ. അവൻ്റെ പാർട്ട്ണറാണ് അത് നടത്തുന്നത്. RV യൂസ്ഡ് ബൈക്സ് തന്നെ. അപ്പം വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവൻ്റെ കയ്യിൽ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച് പോയ സംഭവം നടന്നില്ല. ഞാൻ ഡ്യൂക്ക് എടുക്കാമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ മോഡൽ 2017 വണ്ടിയായിരുന്നത്. അതിന് ഫിനാൻസ് കിട്ടത്തില്ല. അപ്പം അത് നടന്നില്ല. ഗൈസ്, വേറൊരു സംഭവം എന്നാ പറയാൻ വെച്ചുള്ള ഗൈസ്, മനസ്സ് മടിച്ചു പോയി. സാധാരണ വേറൊന്നും വിചാരിക്കില്ല. വേറൊരു സംഭവം എന്നാ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന പലരും എന്നാ പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയാലേ ഉള്ളൂ എനിക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു പ്രവണത വരുത്തുള്ളൂ.
അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ എനിക്കതൊരു എന്നാ പറയുക പ്രവണത വരും. അപ്പം ഞാൻ ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കും കേട്ടോ. അപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് പോലിരിക്കും എൻ്റെ വീഡിയോ വരുന്നത് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. ബൈ ഗൈസ്.